ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഒരു മോട്ടിവേഷനും പിന്നെ ഡേറ്റ്സ് ആൻഡ് ലെമൺ അതുകൊണ്ട് അച്ചാറുണ്ടാക്കിയിട്ടുള്ള രുചികരമായിട്ടുള്ളൊരു അച്ചാറും ഇതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ന്യൂസ് പേപ്പർ വായിച്ചാലും ടി വി കണ്ടാലോ ഒരു സിനിമ കണ്ടാലോ നമുക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല, അല്ലേ? ഒരു സമാധാനവും കിട്ടുന്നില്ല പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ. പണ്ടൊക്കെ ചായക്കപ്പും ഒരു പേപ്പറൊക്കെ ആയിട്ട് ഇപ്പം നാട്ടുമ്പുറങ്ങളിൽ പോലും ചായക്കടയിൽ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ പോകുന്നു, ചായ കുടിക്കുന്നു, പേപ്പറിലെ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നൊക്കെ പത്രങ്ങൾ തുറന്നു നോക്കിയാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും ഒരു സമാധാനവും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് ഉന്മേഷഭരിതമാക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ആദ്യം പറയുന്നത്. അതായത്, നിങ്ങൾ ഈ പ്രഭാതങ്ങൾ ആസ്വദിക്കാറുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ചെയ്തു നോക്കൂ. അതിനധികം സമയമൊന്നും എടുക്കണ്ട. നിങ്ങളൊരു ചായ കുടിച്ച് പതുക്കെ ഇങ്ങനെ മൊത്തി ചായ കുടിക്കുന്ന ഒരു സമയം മാത്രം മതി നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉന്മേഷഭരിതമാക്കാൻ. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ചെയ്യണത് എന്താ? രാവിലെ എണീക്കുന്നു, കിച്ചണിൽ കയറുന്നു, ഒരു 2 മണിക്കൂർ നേരത്തെ ഒരു പരാക്രമം, അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിലെത്തുന്നത്. ആ ഒരു പ്രക്രിയ എല്ലാ ദിവസവും ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ തുടർന്നില്ലെങ്കിൽ ആർക്കും ഭക്ഷണം ഉണ്ടാവില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. വീട്ടമ്മമാരുടെ കഷ്ടപ്പാടാണല്ലോ എല്ലാവരുടെയും ആരോഗ്യവും സന്തോഷവും ഒക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഞാനിതേപോലെ പതിവ് പോലെ 6:30 എണീറ്റു. 6:30 എണീറ്റിട്ട് പുറത്ത് നോക്കിയപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞ ലക്ഷണമുണ്ട്. അപ്പോൾ ജനലിലൂടെ ഇങ്ങനെ നോക്കി, ഇപ്പോൾ നനഞ്ഞ പ്രഭാതം, പലതരം പക്ഷികൾ, അണ്ണാറക്കണ്ണന്മാർ, ഇവരുടെയൊക്കെ ചലച്ചിട്ട് അവരിങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങൾ, സന്തോഷങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയാണ്. അതേപോലെ വാഴയിലയിലും ചേമ്പിലകളിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളികൾ, ഈ വെള്ള രത്നക്കല്ലില്ലേ, അതേമാതിരി ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ഒരു ചെറിയൊരു വെയിലിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രകാശം ഇങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്ന് നിങ്ങൾക്കറിയൂ. അങ്ങനെ ആ കിളികളുടെ സന്തോഷ പ്രകടനം കാണുമ്പോഴും അണ്ണാറക്കണ്ണൻ്റെ ചിലപ്പ് കേൾക്കുമ്പോഴും ഈ വെള്ളത്തുള്ളികളൊക്കെ കാണുമ്പോഴും അപ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ പതുക്കെ ഒന്ന് റിലാക്സ്ഡ് ആവാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ പതുക്കെ മൊത്തി കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ ഒരു ബദാമോ ഒരു കാഷ്യൂനട്ടോ എന്തെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് കുറച്ച് ഒരു നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആവും. അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ് കേട്ടോ, മോട്ടിവേഷൻ്റെ. അപ്പോൾ പിന്നെ അതിരിക്കട്ടെ, നമുക്ക് ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിളിലേക്ക് വരാം. അപ്പോൾ ഈ ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം, ഇപ്പോൾ ഇങ്ങനെ തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, മോഹൻലാലിൻ്റെ. ആ സിനിമ കണ്ടതിൻ്റെ ഒരു ഇഫക്റ്റാണ് ഈ ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിൾ. അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തി, ആൾ നന്നായിട്ട് സരസമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറുടെ റിവ്യൂ ഞാൻ കേട്ടു. അതിലൊക്കെ ഒരു നെഗറ്റീവും ഇല്ലാത്തൊരു സിനിമ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടത്തെ പോലെ മോഹൻലാലിൻ്റെ ഒരു തറവാടിത്തമുള്ള സിനിമയൊക്കെ ആയിരിക്കും. പണ്ടത്തെ കുറേ സിനിമകൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അങ്ങനെ കാണാൻ പോയതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ പഴയ സിനിമകളുടെ എന്തൊക്കെയോ മിക്സ്, പിന്നെ വയലൻസ് ആണെങ്കിൽ അങ്ങനെ ആവർത്തിച്ച് കാണിക്കുന്നുണ്ട്. കുടുംബചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്തിനാണ് വയലൻസ് കാണിക്കണമെന്ന് എനിക്കിതേവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് പറ്റി, ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോയില്ല. പൈസയും പോയി, നമ്മുടെ മനസമാധാനം പോയി, അങ്ങനെയുള്ള ഒരു അവസ്ഥയായി. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നിട്ട് കുറച്ച് എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ
ഡേറ്റ്സ് ഇരിക്കണം കുറച്ച്, നല്ല ഫ്രഷ് ലെമണും ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് കാരിഫോറിന്നും ലുലുന്നൊക്കെ ഈ ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അത് അന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്കൊന്നും അത് ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ കൂട്ടൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ അച്ചാറുണ്ട പോലെ അത് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ഇതിൽ ആ ഡേറ്റ്സും ലെമണൊക്കെ ഒന്ന് നുറുക്കി വെച്ചു. അപ്പോൾ ഡേറ്റ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഉണങ്ങിയ ഡേറ്റ്സ് ആണെങ്കിൽ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് തിളച്ച വെള്ളത്തിലിടണം. അല്ലാത്ത സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചാൽ മതി. പിന്നെ സാധാരണ അച്ചാറിലെ കൂട്ടുണ്ടല്ലോ, നല്ലെണ്ണ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, വിനീഗർ, പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ സാധാരണ അച്ചാറുണ്ടാക്കണ കൂട്ട് തന്നെ. അപ്പോൾ അതിൽ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നല്ലെണ്ണയിൽ വഴറ്റിയിട്ട് അതേപോലെ ഈ പൊടികളും ഇട്ട് വഴറ്റി വിനീഗർ ഒഴിച്ചിട്ട് 1/4 കപ്പ് വിനീഗർ അതിലേക്ക് ഒഴിച്ചിട്ട് ഈ ആവി കയറ്റിയ ചെറുനാരങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയത് അതും ഈ ഡേറ്റ്സും കൂടിയിട്ട് ചേർത്ത് ഇളക്കി ആ മസാലയൊക്കെ പിടിക്കണ വരെ ഇളക്കണം. അതൊരു 5 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയായിരിക്കും. ഡേറ്റ്സ് തിളച്ച വെള്ളത്തിലിട്ടതാണെങ്കിൽ അത് ഓൾറെഡി വെന്തുണ്ടാവും. ചെറുനാരങ്ങ പിന്നെ ആവി കയറ്റിയിട്ടാണ് നമ്മൾ ഇടുക. അപ്പോൾ എന്തായാലും ഒരു 5-6 മിനിറ്റ് നിങ്ങളിങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. എന്നിട്ടൊന്ന് കുറുകി വരുമ്പോൾ നിങ്ങളൊരു 2 മണിക്കൂർ വെച്ചിട്ട് അത് തുറന്നാൽ മതി. എന്നിട്ട് അത് ഗ്ലാസ് ബൗളിലോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് സൂക്ഷിച്ചാൽ അത് കുറേ കാലം ഇരിക്കും ചെയ്യും. ചിലർ എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയും കൂടി ഇടാറുണ്ടെന്ന് പറയുന്നു. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല, കാരണം ഈ ചെറുനാരങ്ങയുടെ ഒരു പുളിയും അതേപോലെ ഡേറ്റ്സിൻ്റെ ഒരു മധുരവും പിന്നെ ബാക്കിയുള്ള മസാലകളുടെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു അച്ചാറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. കാരണം ഈ സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിലേ നിങ്ങൾ വെള്ളത്തിലിടേണ്ട കാര്യമില്ല, കാരണം വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യേണ്ടതാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഞാനത് ഉണങ്ങിയ കാരണമാണ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ, ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം എടുത്തിട്ട് ഒഴിക്കണം. അപ്പോൾ ആ സിനിമ കണ്ടതിൻ്റെ ഒരു കുറ്റബോധം ഈ അച്ചാർ, ഈ രുചികരമായിട്ടുള്ള അച്ചാർ കഴിച്ചപ്പോൾ മാറി. അങ്ങനെ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് നന്ദി പറയണം അല്ലേ? അങ്ങനെയാണല്ലോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തോന്നിയത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ പ്രഭാതങ്ങളൊക്കെ ആസ്വദിക്കുക, മനസ്സൊക്കെ ഉന്മേഷഭരിതമാക്കുക, ഈ അച്ചാർ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.